السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي الدرداء رضي الله عنه قال أنه سمع رسول الله صلى الله عليه وسلم يقول ما من عبد مسلم يدعو لأخيه بظهر الغيب إلا قال الملك ولك بمثله. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പലപ്പോഴും നമ്മളൊക്കെ ദുആ ചെയ്യുക അവനവന്റെ കാര്യത്തിന് വേണ്ടിയാണ്. അപരന്റെ മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ ശുഷ്കമായി പോകുന്ന ഒന്നോ രണ്ടോ ദുആയിൽ അല്ലെങ്കിൽ ഖൈറുണ്ടാവട്ടെ, ബർക്കത്തുണ്ടാവട്ടെ, ശരിയാവട്ടെ, സലാമത്താവട്ടെ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ, ശീലം നമ്മൾ അങ്ങനെ ശീലിച്ചു വന്നത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്താ പച്ചങ്ങായ്ക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് എനിക്കെന്താ കാര്യം എന്ന ചിന്തയായിരിക്കാം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചിന്താഗതികളെ മുഴുവൻ നിരാകരിക്കുന്ന, അതിന് കിട്ടുന്ന പ്രതിഫലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണ് നമുക്ക് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നത്, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്നതുമായി കാണാൻ കഴിയുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളത്? മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, ഏതൊരു മനുഷ്യനും, മുസ്ലിമായ ഏതൊരു മനുഷ്യനും, യദ്ഉ, അയാൾ ദുആ ചെയ്യുന്നു, ലി അഖീഹി, തന്റെ ഒരു സഹോദരന് വേണ്ടി, ബിളഹിരിൽ ഗൈബി, അയാളുടെ അസാന്നിധ്യത്തിൽ. ചിലപ്പോൾ നമ്മൾ നേർക്കുനേരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അയാൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു അഭാവത്തിൽ അവനാന്റെ തെരഞ്ഞിട്ട് വേണ്ടി ഒരാൾക്ക് കൊടുക്കാൻ എന്നൊരു പോളിസിയാണ് അവിടെയൊക്കെ ഉണ്ടാവുക. എന്നാൽ അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ഇല്ലാ ഖാലൽ മലക്കു, മലക്ക് പറയാതിരിക്കുകയില്ല, വലക ബിമിസ്ലിൻ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തത്തിന് പറയുന്നത് പോലെ തന്നെയാണ് അപരൻ ആയ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്തത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ദഅവത്തുൽ മർഇൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, ലി അഖീഹി, സഹോദരന് വേണ്ടി, ബിളഹിരിൽ ഗൈബി, മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ, മുസ്തജാബത്തുൻ, അത് ഉത്തരം ലഭിക്കുന്നത് തന്നെയാണ്. ഇൻദ റഅസിഹി മലക്കുൻ മുവക്കിലുൻ, അയാളുടെ തലയുടെ അരികിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ പറയാൻ വേണ്ടി ഒരു മലക്കിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. കുല്ലമാ ദഅ, അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, ലി അഖീഹി, തന്റെ സഹോദരന്, ബി ഖൈരിൻ, നന്മയ്ക്ക് വേണ്ടി, ഖാലൽ മലക്കുൽ മുവക്കിലു, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ബിഹി ആമീൻ, ആ പ്രാർത്ഥനക്ക് ആമീൻ പറയും. മാത്രമല്ല വലക ബിമിസ്ലിൻ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ, നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. അപ്പൊ നമ്മളോട് സൂക്ഷിക്കുന്ന ഒന്ന് മുസ്തജാബാത്തുള്ള ദുആയാണ്. തിന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ അപ്പോഴും ആമീൻ പറയും, ബൂമറാങ് പോലെ തിരിച്ചു വരികയും ചെയ്യും. ശിർക്കും കുഫ്റൊക്കെ ആരോപിച്ചാൽ അങ്ങനെയാ, ആരോപിക്കപ്പെട്ടവന് അത് ഇല്ല എങ്കിൽ ആരോപകനിലേക്ക് ആ ശിർക്കും ബിദ്അത്തൊക്കെ മടങ്ങി വരുമെന്ന് പറഞ്ഞ പോലെ തിന്മക്ക് വേണ്ടി ദുആ ചെയ്താൽ ആരാണോ അത് ദുആ ചെയ്തത് അവനിൽ അത് തിരിച്ചു ഭവിക്കുകയും ചെയ്യും. അത് സൂക്ഷിക്കുകയും വേണം. നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അപരന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനയിലൂടെ അവർക്കും നമുക്കും അതിന്റെ ഖൈറും ബറക്കത്തും ഇരുലോകത്തും ഉണ്ടാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇരുലോകത്തും പുറത്തും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണം വരെ മുത്തഖീകളായി തുടരാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഹലാലും സ്വീകരിക്കുവാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ
ഹൈറുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.